നിങ്ങൾ നീലയുടെ കോട്ടയ്ക്ക് പോയിട്ടുണ്ടോ? ഞങ്ങൾ തക്കുടുവിൻ്റെ ചോറൂണിന് വേണ്ടി പരശ്ശിനിക്കടവിലെ മുത്തപ്പ ക്ഷേത്രത്തേക്ക് പോയിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ തന്നെ പരശ്ശിനിക്കടവിൻ്റെ അടുത്തുള്ള പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിയായിട്ട് പോയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവുള്ളൂ, അതാട്ടോ ഈ നീലിയാർ കോട്ട. ഇതൊരു കാടാണ്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ക്ഷേത്രത്തേക്ക് പോവേണ്ടത് കേട്ടോ. അവിടെ ഇങ്ങനെ ശ്രദ്ധയ്ക്കെന്നൊക്കെ എഴുതിയിട്ടൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ നല്ലോണം നോക്കി കഴിഞ്ഞപ്പോൾ കാട്ടിൽ വല്ല മൃഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അതൊന്നും എഴുതിയിട്ടില്ല കേട്ടോ അതിൽ. ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ ഒരു ക്ഷേത്രം ഉണ്ട് വെച്ചെങ്കിൽ അതെങ്ങനെയാവും നോക്കാൻ വേണ്ടി എനിക്ക് നല്ലോണം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവസാനം പേടിയോടനുസരിച്ച് ആ കാടിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഒരു മനുഷ്യൻ പോലും ആ കാട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. ആ ക്ഷേത്രത്തിലേക്ക് എത്തണമെന്ന് വെച്ചെങ്കിൽ ഈ കാട്ടിലൂടെ കുറേ പോകണം കേട്ടോ. എൻ്റെ കൂടെ അമ്മ അച്ഛനും ഇരുന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവസാനം കാട് കിടക്കാന്ന് തന്നെ വിചാരിച്ചിട്ട് ആ കാട്ടിൽ കൂടെ നടന്നു പോയിട്ടോ. അങ്ങനെ കുറച്ച് പോയപ്പം ഇങ്ങനത്തെ ഒരു വഴിയായി. ഈ വഴിയുടെ ഇരുവശം കാടാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഈ കാട്ടിൽ കൂടെ വന്നപ്പോൾ മൃഗങ്ങളിലൊന്നും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ ആ ക്ഷേത്രത്തേക്ക് പോവാൻ തന്നെ വിചാരിച്ചിട്ട് ആ ക്ഷേത്രത്തേക്ക് നടക്കാൻ തുടങ്ങി. ആ സ്ഥലം നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ കൂടെ പോകുമ്പോൾ കുറേ ചീവീടുകളുടെ ഒച്ചയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഇതിൽ ഫുള്ള് മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമായി മാറി. കാടല്ല, കുറേ മരങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാട് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ആവുന്നുണ്ട് കേട്ടോ. അതിനനുസരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പോയി. പണ്ട് നീലി എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടിക്കാണെങ്കിൽ വേദങ്ങളും പുരാണങ്ങളും ജീവനായിരുന്നു. അങ്ങനെ ഈ കാട്ടിലിരുന്ന് അവൾ വേദങ്ങളും പുരാണങ്ങളും എല്ലാം പഠിക്കാൻ തുടങ്ങി. അതറിഞ്ഞ തമ്പുര അവളിനെ ചതിച്ച് കൊല്ലായിരുന്നു കേട്ടുണ്ടായത്. നീലിയുടെ കഥ മുഴുവനായി കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ദിവസം ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ എന്നിട്ട് അവിടെ കുറച്ച് നേരം തൊഴുത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മയുടെ കൂടെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.